മീഡിയ മലയാളം 2-3 ദിവസം കൊണ്ട് ഇന്നലെയും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ശബരിമല. എന്നും ചർച്ച ചെയ്യാറുണ്ട്, പക്ഷെ ഇന്നലെ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസിനാണ് ഇതിൽ പങ്ക്. അതുകൊണ്ടാണ് കോൺഗ്രസ് മൗനമായിരിക്കുന്നത്. കാരണം സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണ പോറ്റിയുടെ ചിത്രങ്ങളടക്കമാണ് നമ്മൾ ഇന്നലെ വാർത്തകളിൽ കാണിച്ചത്. കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെങ്കിൽ മരുമകൻ റോബർട്ട് വാദ്രയിലേക്കായിരിക്കും ഇത് പോയത് എന്നുള്ളതടക്കം. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ അതുമായി ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല സതീശൻ പറഞ്ഞ ഒരു കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം അത് ചർച്ചയാണ്. സതീശൻ പറയുന്നത്, ഞങ്ങൾ ശബരിമല വിഷയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, കോടതി പറയുമ്പോഴാണ് ഞങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്ന ആളാരാണ്? നമ്മുടെയൊക്കെ അറിവിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് നമുക്കൊക്കെ അറിയാവുന്ന പേര്. ഇനി മറ്റേതെങ്കിലും പേരുണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ ഇങ്ങനെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇതിലൊക്കെ പറയുമ്പോഴും ശരിയാണ്, CPM-ന്റെ വാസുവും പപ്പനും ഒക്കെ ഇപ്പൊ അകത്താണ്. പക്ഷേ കോൺഗ്രസും ബി.ജെ.പിയും മൗനത്തിലാണ്, ഒന്നും മിണ്ടുന്നില്ല. സുരേന്ദ്രൻ ഇടയ്ക്ക് എപ്പോഴോ വന്നൊന്നെന്തോ പറഞ്ഞിട്ട് പോയി എന്നതിനപ്പുറം ശബരിമല വിഷയത്തിൽ രണ്ടുപേരും മൗനത്തിലാണ്. ഈ കൈച്ചരട് സോണിയുടെ കയ്യിൽ മാത്രമല്ല, അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റേതൊക്കെയോ ബി.ജെ.പി നേതാക്കളുടെ കയ്യിലും കെട്ടിയിട്ടുണ്ട് എന്നുള്ളതല്ലേ ഈ മൗനത്തിന് പിന്നിൽ? അതിനകത്ത് നമ്മൾ നേരത്തെ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് രണ്ട് പ്രതിപക്ഷ പാർട്ടികൾ, പ്രബലമായ പാർട്ടികൾ കേരളത്തിലെ ഈ വിഷയത്തിനകത്ത് മൗനം പാലിക്കുക, ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇതിനകത്ത് സതീശനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സതീശനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയത്തില്ലെങ്കിൽ ഒന്ന് അടൂർ പ്രകാശത്ത് ചോദിച്ചാൽ മതി. ഫോട്ടോ കാണിക്കുന്നുണ്ട്. പത്തനംതിട്ട MP അദ്ദേഹം ഉണ്ടല്ലോ, ആന്റണിയോട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഇനിയും ബുദ്ധിമുട്ടാണ് സോണിയാഗാന്ധിയോട് ചോദിച്ചാൽ, സോണിയാഗാന്ധിയോട് ചോദിച്ചാൽ അപ്പൊ അതിന്റെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹം ചിലപ്പം അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹം അത്രയ്ക്ക് സംശുദ്ധ രാഷ്ട്രീയക്കാരനായിരിക്കും. അതിനകത്തൊന്നും എനിക്ക് തർക്കമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് അറിയണമെങ്കിലും ഈ സ്വർണ്ണക്കൊള്ളയുടെ ഒരു വ്യാപ്തി അറിയണമെങ്കിലും ഇവരോട് ചോദിച്ചാൽ മതി. രണ്ടാമത് ഇപ്പം നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോൾ ഈ ഒരു ആക്ഷേപം വളരെ കൃത്യമായിട്ട് BJP-ക്കെതിരെ തിരിയുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ വിചാരിക്കുന്നു. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു സ്വർണ്ണക്കൊള്ളയുടെ പുറകിൽ CPM ഒന്നും അല്ല, അല്ലെങ്കിൽ CPM-നപ്പുറം ഈ കൊള്ളയുടെ നമ്മൾ പറഞ്ഞാൽ ഇതിന് ഈ കാർട്ടൽ എന്ന് പറയുന്നത് വളരെ ദൂരവ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും അതിന്റെ കസ്റ്റോഡിയനായിട്ടുള്ളതും കോൺഗ്രസ്. കണ്ടില്ലേ സോണിയാഗാന്ധി, കണ്ടില്ലേ അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇയാളുമായിട്ട് ബന്ധമുണ്ടല്ലോ. അപ്പൊ ഈ സോണിയാഗാന്ധിക്ക് ഈ പറയുന്നത് പോലെ, സോണിയാഗാന്ധി ദീർഘമായിട്ട് പഠിക്കുമ്പോൾ അവർക്ക് ഈ ഹിന്ദു സംസ്കാരത്തെ അല്ലെ ഹിന്ദു പോറ്റിമാരെ, തന്ത്രിമാരെ, മറ്റവരെയും മറിച്ചവരെയും ഒന്നും അല്ല ബന്ധമുള്ളതായിട്ട് നമ്മൾ ഈ പറഞ്ഞ പുറകോട്ട് പരിശോധിക്കുമ്പോഴും ഞാൻ കണ്ടിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ സോണിയാഗാന്ധി നമ്മൾ ആ രീതിയിൽ ഒരു തിരുമേനി വന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദു നേതാക്കന്മാരും അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അനുഗ്രഹം മേടിക്കുന്നതോ ഉണ്ടല്ലോ. വ്യത്യസ്തമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ എന്തോ തിരുമേനിയാണ്, അല്ലെങ്കിൽ ഈ കിണത്തിൽ നമ്മൾ പ്രബുദ്ധനെന്നും അല്ലെങ്കിൽ പ്രബലെന്നും പറയുന്ന പക്ഷേ അവിടെ ചെന്നിട്ട് ഇദ്ദേഹം കുടുംബസമേതം, അത്രയ്ക്ക് ബന്ധം ഉണ്ടായിട്ടാണല്ലോ കുടുംബസമേതം ചെല്ലുന്നത്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് ദീർഘമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്, അവരുടെ കയ്യിൽ എന്തോ ചരട് കിട്ടുന്നത്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ആരാ കൊണ്ടിരുന്നത്? CPM ആണ് ഇപ്പം ഏറ്റവും ആ ഒരു പ്രകടനങ്ങൾ. അപ്പൊ അതിനകത്ത് ഇല്ലെങ്കിൽ ഈ പുരാവസ്തു സാധനങ്ങൾ ശേഖരിച്ച് വലിയ വലിപ്പത്തിൽ ലോകത്ത് എവിടെ നിന്നും കളക്ട് ചെയ്ത് അത്രയ്ക്ക് കോടാനുകോടി രൂപ വലിപ്പമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ഇവരുടെ മരുമോനാണ്. അത് വരേണ്ട വിഷയം. അവിടെ മരുമോനല്ല, മരുമോൻ്റെ അച്ഛൻ ഇതായിരുന്നു പറഞ്ഞപ്പോൾ അപ്പം സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പിത്തള പാറ്റ കച്ചവടക്കാരൻ, ഇത് മോശമായ കച്ചവടമാണെന്നല്ല പറഞ്ഞത്, പഴയ സാധനങ്ങളുടെ കച്ചവടക്കാരൻ. അപ്പൊ ഇതിനകത്ത് വരുന്നു. അപ്പൊ ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അയാൾക്കറിയാവുന്ന പണി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഇന്നടത്ത് പൂജയും കാര്യങ്ങളുമായിട്ട് ശബരിമല കുറെ കാലങ്ങളായിട്ടേക്ക് അവിടുന്ന് ഇതുപോലുള്ള സാധനങ്ങൾ അടിച്ച് മാറ്റുക, ബാംഗ്ലൂരിൽ കൊണ്ടുപോവുക, സ്വർണ്ണം അടിച്ച് മാറ്റുക, അല്ലെങ്കിൽ ഇത് തട്ടിപ്പ് നടത്തുക, കോടതി ചോദിച്ചിരിക്കുന്നത് ഇത് സ്വർണ്ണം പൂജാൻ കൊണ്ടുപോയതാണോ, ഈ സാധനം മൊത്തത്തിൽ അടിച്ചുകൊണ്ട് പോയതാണോ, വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ തൊല്ലം ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്, ഈ കൊള്ള സംഘത്തിനകത്ത് കോൺഗ്രസിന് ബന്ധമില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രബലമായ, പ്രബുദ്ധമായ, ഏറ്റവും ഉയർന്ന നേതാവിൻ്റെ അടുത്ത് ഇവർക്ക് അങ്ങനെ ബന്ധം വരും. അതായത് ഗൂഢാലോചന എന്ന് പറഞ്ഞ, കോടതി പറഞ്ഞ ഗൂഢാലോചന, ഇത് കടൽ കടന്നോ, അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ദീർഘമായിട്ടും ആഴത്തിലും ഒരുപക്ഷെ അവർക്ക് പരിശോധിക്കാൻ പറ്റുന്ന തലത്തിൽ പോലുമാണോ ഇത് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി സംശയമുണ്ട്. അപ്പൊ അത് പിന്നെ ഇതിനകത്ത് രാജീവ് ചന്ദ്രശേഖരന് ഇതിനകത്ത് മെനഞ്ഞാന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ BJP-യുടെ പ്രസിഡന്റായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ അതിനുവേണ്ടി സമയമൊന്നും ആയില്ല, ദീർഘകാലമൊന്നും ആയില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ ഇവിടെ അതിന് കൊള്ളാവുന്ന പ്രസിഡന്റുമാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രൂപ്പിനെയൊക്കെ അതിജീവിച്ച് ഇതിനകത്തെ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ച് BJP മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവന്നു. അദ്ദേഹം ഇപ്പൊ കണ്ടെത്തിയത് കോൺഗ്രസിന്റെ പുറത്താണ്. ഒരുപക്ഷെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടാവും
ഞങ്ങളുടെ പാർട്ടിക്കാർ അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാർ ഈ പറയുന്ന ഈ വലിയ വിഷയം നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ നടക്കുന്നതിന്റെ കാരണം അല്ലെങ്കിൽ ഇതിനകത്ത് മറച്ചു പിടിക്കുന്നതിന്റെ കാരണം ഇതിനകത്ത് ആഴത്തിൽ അല്ലെങ്കിൽ വ്യക്തത വരുത്തി കൃത്യത വരുത്തി അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെന്ന് നിഷ്പക്ഷമായിട്ട് അന്വേഷിച്ചാൽ ഈ പറഞ്ഞ ചിലരുടെയൊക്കെ പങ്കുവരും. അല്ലെങ്കിൽ ഇവരും എന്താ മിണ്ടാത്തേ? ഏറ്റവും വലിയ ഇവർ ഏറ്റെടുത്തിരുന്ന നമുക്കറിയാലോ, സ്ത്രീകളെ കയറ്റുന്നതിന് വേണ്ടി CPM തീരുമാനിച്ചു. CPM അതിന് ശേഷം പറഞ്ഞു ആ സമയം അതിനകത്തൂടല്ലേ BJP ഇവിടെ നേട്ടം ഉണ്ടാക്കിയത്, ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത്. ഈ പറയുന്ന ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് പത്തനംതിട്ട ശബരിമല നിൽക്കുന്ന മണ്ഡലത്തിൽ വോട്ട് എത്ര വോട്ടാ? 1.5 ലക്ഷം 1.25 വോട്ടിന്റെ വ്യത്യാസമാണ് അതിന്റെ മുമ്പത്തെ പ്രാവശ്യം കിട്ടിയതിനെക്കാട്ടി BJP കിട്ടിയത്. അതായത് 3ാം സ്ഥാനത്ത് വരുമ്പോഴും 16 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതെ, അപ്പം ആ രീതിയിലേക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന അതിനേക്കാട്ടിൽ ജനങ്ങളുടെ ഇടയിലേക്ക് വൈകാരി പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു വിഷയത്തിനകത്ത് BJP എന്തുകൊണ്ടും ഉണ്ടായിരിക്കും. കോൺഗ്രസ് മാത്രമല്ല BJP മിണ്ടുന്നില്ല. അപ്പൊ അതിന് തന്ത്രപരമായിട്ടൊരു കാര്യമുണ്ട്. ഈ ഗൂഢാലോചനയ്ക്ക് അത് ഇനി അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രസാർ പറഞ്ഞു CPM നേതാവ് പറയുന്നു, സംസ്ഥാന സെക്രട്ടറി പറയുന്നു, എന്റെ പാർട്ടിക്ക് അബദ്ധം പറ്റി, എന്റെ പാർട്ടിക്കകത്ത് ഇതിനകത്ത് ചില ആൾക്കാരെ ഏൽപ്പിച്ചു. അത് പുറമെ ആൾക്കാർ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണ്, ഞങ്ങൾ പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് അല്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവനും സത്യസന്ധനും അല്ലാത്തവനും ഈ പാർട്ടിക്കകത്ത് ഏൽപ്പിച്ച കാര്യം ചെയ്യാതെ വന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പുറത്താക്കും. ഇനി ആരൊക്കെ ഉണ്ടെങ്കിൽ പുറത്താക്കും. അപ്പൊ അവിടെയും അവരവരുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അവരുടെ പാർട്ടിക്കകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പപ്പനെ ഏൽപ്പിച്ചു, പപ്പൻ കുഴപ്പമൊക്കെയാണ്. വാസുവിനെ ഏൽപ്പിച്ചു, വാസു കള്ളത്തനാണ്. അപ്പം മറ്റ് പലരും ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇനി കടകംപള്ളി ഉണ്ടോ പുള്ളിക്ക് അറിയത്തില്ല. നാളെ കാലത്ത് വരും അവനും കമ്മ്യൂണിസ്റ്റ് അല്ല. അപ്പൊ അങ്ങനെയുള്ളവന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വേണ്ട. പാർട്ടിക്ക് അബദ്ധം പറ്റി, പാർട്ടി അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ അവർ നോക്കുമ്പം സാധാരണക്കാരൻ്റെ ഒന്നും കൂടെ അവർ ചെയ്തു എല്ലാത്തിനകത്തും വരുന്നില്ലേ, ഏതൊക്കെ ഇതുപോലൊക്കെ കള്ളനും ദുട്ടനും ഒക്കെ ആണ്, എല്ലാവരെയും തിരിച്ചറിയാൻ പറ്റത്തൊന്നുമില്ല. തിരിച്ചറിയുമ്പോൾ അവർ നിലപാടെടുക്കുന്നു. ബാക്കിയുള്ളവർ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? ഇവർ വല്ല ചോദ്യമാ. ജനം ചോദിച്ചു തുടങ്ങിയാൽ, ജനം ആലോചിച്ചു തുടങ്ങിയാൽ ഇത് വിഷയമാണ്. അല്ല, ഇതിന്റെ പ്രശ്നമായി നമ്മളിങ്ങനെ ഇത് അത്ര ലളിതവൽക്കരിക്കാവുന്ന രീതിയിൽ കിടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഇതിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് അന്വേഷണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് പുറത്തു വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. നമ്മൾ ആദ്യം ഇത് വരുമ്പോൾ എന്തായിരുന്നു സ്ഥിതി? ആകെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് മാത്രമാണ് ആദ്യം കേട്ടത്. ആ സമയത്ത് മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ സാത്വികനായ, സത്യസന്ധനായ, ദൈവവുമായിട്ട് നേരിട്ട് വർത്തമാനം പറയുന്ന മറ്റൊരാൾ എവിടെ കേരളത്തിൽ എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പത്രങ്ങളും അതേപോലെ ടെലിവിഷനിലൊക്കെ ഇതായിരുന്നു ചർച്ചയായിരുന്നു. കുറച്ച് ദിവസം കഴിയുന്ന സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ സാധനം അടിച്ചുകൊണ്ടുപോയത് എന്നുള്ള രീതിയിൽ പോറ്റി തന്നെ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ അറിയുന്നത്. സതീശൻ ശരിയാണ്, സതീശനെന്ന് അറിയാൻ പാടില്ല, സതീശനെന്നല്ല ആർക്കൊന്നും അറിയാൻ പാടില്ല. ഇതെല്ലാം അറിയാവുന്ന ഒരാൾ പോറ്റിയായിരുന്നു. പോറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പോറ്റിക്ക് പിന്നാലെ പിന്നെ മുരാരി ബാബു, കുറേ ഉദ്യോഗസ്ഥന്മാർ, അതിനുശേഷം വാസുവിന് ശേഷം പത്മകുമാറിന് ശേഷം ആര് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരിലൂടെയും കയറി ഇറങ്ങി ഈ കളവിൻ്റെ കഥകൾ പോയി ഇപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ആരൊക്കെ ഇനി പെടും എന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ആവേശകരമായിട്ടുള്ള പങ്ക് കാണിച്ചതിൻ്റെ മുന്നിലേക്ക് വരാതിരിക്കുന്നത്. കോൺഗ്രസും വരുന്നില്ല, BJPയും വരുന്നില്ല. നേരത്തെ പ്രശാന്ത് പറഞ്ഞവരെ ചിലപ്പോൾ അവരിലെ പല ആളുകളൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ടാകാം, ഇല്ല എന്ന് അവർ കരുതുന്നില്ല, ആരൊക്കെയാണെന്ന് അറിയില്ല. ആ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നുകൂടി ഒരുപക്ഷെ കരുതിയിട്ടുള്ള ഒരു കരുതൽ നടപടി എന്ന നിലക്കായിരിക്കാം ഇങ്ങനെ മാറി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങളെന്ത് ശബ്ദമുണ്ടാക്കാത്തത്, നിങ്ങളെന്ത് പ്രതിഷേധിക്കാത്തത്? അപ്പം ഞങ്ങളതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞ സമയത്ത് ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയല്ലോ. നേരത്തെ അറിയാൻ വേണ്ടായിരുന്നു. നമ്മളുടെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം 2019 യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കും. നമ്മളിത് അറിയുന്നതും ചർച്ച ചെയ്യുന്നതൊക്കെ 2025. അപ്പോൾ ആരും അറിയാതെ വലിയൊരു കൊള്ള ഇതേപോലെയുള്ള ഒരു സ്ഥാപനത്തിൽ എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ നിന്നതിങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ശബരിമലയുടെ പൊതു സ്വഭാവം അനുസരിച്ചിട്ട് ശബരിമലയുടെ സർവാധികാരി ആരാണ്? അത് തന്ത്രിയാണല്ലോ, അല്ലേ? തന്നെ. അപ്പൊ തന്ത്രി അറിയാണ്ട് എന്തെങ്കിലും സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ തന്ത്രി അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു സ്ഥാനമുള്ള വ്യക്തി അദ്ദേഹമാണ്. അദ്ദേഹം അറിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും. അങ്ങനെ ഇപ്പോൾ പുതിയ പത്മകുമാറിന്റെ പുതിയ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അറിയുന്നത് ഇത് കൂട്ടുകൊള്ളയുടെ ഒരു ഭാഗമാണ്, ഞങ്ങളിതൊന്നും അറിഞ്ഞിരുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ഒപ്പിട്ടൊക്കെ കൊടുത്തു. ഇവർ ഒപ്പിട്ട് കൊടുത്തതിനും അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനമെടുത്തതിനുമൊക്കെ ഇവരുടെ പങ്ക് എത്രയാണ്? എല്ലാ സ്ഥലത്തും കൊള്ള നടക്കുമ്പോൾ കൊള്ള വിഹിതം പങ്കുവെക്കും.
ഇല്ലേ? എത്ര ഓരോരുത്തരും എത്ര വാങ്ങി എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം ഇനിയും വരാൻ പോകുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ആരൊക്കെ ഇതിനകത്ത് പെടും? ഇപ്പോൾ തന്ത്രി ഇതിനകത്ത് പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നതാണ് സുരേന്ദ്രൻ പറഞ്ഞു, കേട്ടില്ലേ? അല്ലേ? ഈ ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ എന്തിനാ ചോദ്യം ചെയ്യണം? ചോദ്യം ചെയ്യുന്നത് എന്താണ് വിഷയമെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെ ഉണ്ട്? ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഈ SITക്ക് നമ്മുടെ സ്പെഷ്യൽ ടീമിന് എന്ത് ചെയ്യണം? തന്ത്രിയെ ചോദ്യം ചെയ്യണം. തന്ത്രിക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ തന്ത്രിയെ ചോദ്യം ചെയ്താൽ മാത്രമാണ് തന്ത്രി കുറ്റക്കാരനല്ലെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ, നടപടി എടുക്കാൻ പറ്റുള്ളൂ, അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സുരേന്ദ്രൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിൽ കഥയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥ കണ്ടു മാഷേ. തന്ത്രിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയാൽ ഞാനും എന്റെ കുടുംബവും കുഴപ്പത്തില്ല, BJPക്കാരും ഒക്കെ തീരും. ആ പേടി സുരേന്ദ്രൻജിക്കുണ്ട്. അപ്പൊ തന്ത്രിയെ നിശബ്ദനാക്കുക. അതെ. അല്ലെങ്കിൽ തന്ത്രി പറയണ അവനുണ്ട് ഇവനുണ്ട് മറ്റവനുണ്ടെന്നൊക്കെ പറഞ്ഞ പ്രശ്നം. ഇവര് നമ്മുടെ പഴയ കാലത്തെ ഈ സ്മാർത്ഥ വിചാര കാലത്ത് ആ സ്ത്രീ ഇങ്ങനെ പേരൊക്കെ പറയില്ല, ആ ഉണ്ണിയമ്പൂരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സംഗതി കുടുങ്ങി. ഇതേപോലെ ഇവിടെ തന്ത്രി എന്തെങ്കിലും പറയോ എന്നുള്ള പേടി, അതിന്റെ ഒരു ഭയം ഇവരെ വല്ലാത്ത ഇന്ന് വന്നു. തന്ത്രിയെ പ്രതിയാക്കില്ല, കടകംപള്ളിയെ ചോദ്യം ചെയ്യും. തന്ത്രി സേഫായി. തീരുമാനമായി. തന്ത്രിയെ പ്രതിയാക്കാൻ വേണ്ടിയുള്ളതൊന്നുമില്ല. അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു പാവം ബ്രാഹ്മണൻ, നമ്മൾ എന്തോ പറയുമല്ലോ മാഷ്, എന്ത് നിശ്ചിത ബ്രാഹ്മണൻ, അങ്ങനത്തെ ഒരു പാവ സാമ്പാർ റോയിൽ കഴിച്ചു കിടക്കുന്ന ഒരു പാവം മനുഷ്യൻ. കഷ്ടമാണ് കാര്യങ്ങളല്ലേ. അപ്പൊ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഉണ്ണിയെണ്ണം പോലെയും ഭാഗത്ത് കിടക്കും. ഒക്കെ വെയിൽ തന്നെ നിൽക്കും. ഇനിയും ശബരിമലയിൽ കൊള്ള നടക്കും. ഇനിയും നടക്കും അല്ലേ? ഇതൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇനിയൊരു കുറച്ചു കാലത്തൊക്കെ ശാന്തമായ ഘട്ടമായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങും അല്ലേ? കാരണം പണം വന്നുകൊണ്ടിരിക്കുകയാണ്. പണം വന്നുകൊണ്ടിരിക്കുകയാണ്, അത് കണ്ടുകൊണ്ടിരിക്കാൻ നിവൃത്തിയുമില്ല.